തീർച്ചയായിട്ടും ഇത് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നിലനിർത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി സുപ്രീം കോടതി പറഞ്ഞിട്ട്, അത് എല്ലാ കാലത്തും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ആചാരാനുഷ്ഠാനങ്ങളും തുടർന്ന് പോകണം. പ്രത്യേകിച്ച് പകൽ 9 തൊട്ട് 5 വരെ റോട്ടിൽ കൂടി നടത്താൻ പറ്റില്ല എന്നുള്ളത്, പിന്നെ ഒരു ആനയും മറ്റാനയും തമ്മിൽ 3 മീറ്റർ അകലം വേണം എന്നുള്ളത്, അങ്ങനെ നിരവധി കാര്യങ്ങളിലാണ് നമ്മുടെ പ്രതിഷേധം പറഞ്ഞിരുന്നത്. അത് നമ്മളെപ്പോഴും ഇത്തവണ പറഞ്ഞിരുന്നു, തൃശ്ശൂർ പൂരത്തിന് മാത്രമല്ല നമ്മൾ കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളും പെരുന്നാളുകളും പൂരങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തവണ സുപ്രീം കോടതിയെ സമീപിച്ചത്. എല്ലാവർക്കും ഒരു ആശ്വാസമായിരിക്കും. അതായത് ആനയും തമ്മിൽ 3 മീറ്റർ ഗ്യാപ്പ് വേണമെന്നുള്ളത്. പിന്നെ രണ്ടാമതായിട്ടുള്ളത് 9ഉം 5ൻ്റെ ഇടയിൽ നടത്താൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ തൃശ്ശൂർ പൂരം നടക്കുകയില്ല. 9ഉം 5ൻ്റെ ഇടയിൽ ആനകളെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു പൂരവും ശിവരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോൾ തൃശ്ശൂർ പൂരം ഒരിക്കലും നടക്കില്ല. അതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്. കൂടാതെ 1443 കൊല്ലം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരം, പെരുവനം പൂരം, 228 കൊല്ലോളമായ തൃശ്ശൂർ പൂരം, തീർച്ചയായിട്ടും ഇതിനെ ഒപ്പോസ് ചെയ്യണത് മുഴുവൻ ഫോറിൻ ഫണ്ടഡ് NGOs ആണ്. അവർക്കൊക്കെ പ്രത്യേക അജണ്ടയുണ്ട്. ഭാരതത്തിൻ്റെ സംസ്കാരത്തെ തകർക്കാനും ഇവിടെ വേറൊരു തരത്തിലുള്ള രീതികളിലേക്കാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പും പല വിധികളിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ NGOകൾക്ക് നിങ്ങൾക്കറിയാം, ഇവിടെ തൃശ്ശൂരുള്ള തന്നെ വെങ്കടാചലം എന്ന് പറഞ്ഞ ഒരാൾ വീടിൻ്റെ പുറത്തേക്ക് പോകാറില്ല. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി വളരെ സീനിയർ അഡ്വക്കേറ്റ്സാണ് ഡൽഹിയിൽ ഹാജരാകുന്നത്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇവരുടെയൊക്കെ പൈസ നൽകുന്ന കാനഡയിലും മറ്റുള്ള NGOസിൻ്റെ ഫലമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നിരന്തര പോരാട്ടമായിരിക്കും. ഇത് ഇന്നും നാളെ കൊണ്ട് തീരുന്നതല്ല. NGOമാരും ഇതിൻ്റെ പിന്നിൽ നടക്കും, ഞങ്ങളും വിടാണ്ട് ഇതിൻ്റെ ഒപ്പം നടക്കും. അത് ഒരു ആരോ പറഞ്ഞ മാതിരി ഇതൊരു നിയമ മാറ്റം തന്നെ വരണം. ലോക്സഭയിലും രാജ്യസഭയിലും ഇതൊരു ബില്ലായി വന്ന് ആചാരം അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ഒരു ബില്ല് കൊണ്ടുവരണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. പിന്നെ തീർച്ചയായിട്ടും ഒരു കാലത്തും സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ഇതിനെതിരെ നിന്നിട്ടില്ല. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടാണ് രണ്ട് സർക്കാരുകളും തന്നിട്ടുള്ളത്. അത് വിധി മുഴുവൻ വായിച്ചതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ വിധി പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിയമവിദഗ്ധരായിട്ട് ആലോചിച്ച് ഇതിനൊന്നും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും.